ഹലോ നമസ്കാരം, എല്ലാവർക്കും നല്ലത് മാത്രം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ടാലിയിൽ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ജോബ് കോസ്റ്റിംഗ്, അതായത് കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നമുക്ക് എങ്ങനെ ടാലിയിൽ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നൗഫൽ KMG എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഓൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫീച്ചർ, ആ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫീച്ചർ ഓൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് F11 ഫീച്ചർ പ്രസ് ചെയ്യുക. അവിടെ നമ്മൾ ഇൻവെൻട്രി ഫീച്ചർ എന്നുള്ളതിനെ സെലക്ട് ചെയ്യാം. അവിടെ നമുക്ക് കാണാം, അതിൽ നമ്മൾ ആദ്യം ഓൺ ചെയ്യേണ്ടത് ഒന്ന് ഗോഡൗൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ ആദ്യം ഓൺ ചെയ്യണം. ഇതിന് വേണ്ടിയിട്ട് ഗോഡൗൺ എന്നുള്ളത് ഓൺലൈനെയാണ് ഉള്ളത്. ഇതാണ്, ഈ ഓപ്ഷനാണ്. ഇത് നമ്മൾ ഓണിലാക്കി വെക്കണം. പിന്നെ നമുക്ക് വേണ്ട ഒരു ഓപ്ഷൻ F11 F1 ഫീച്ചർ, അതായത് അക്കൗണ്ടിങ് ഫീച്ചർ എന്നുള്ളതിനെ സെലക്ട് ചെയ്യുക. F1 പ്രസ് ചെയ്താൽ മതി. അവിടെ നമുക്ക് കാണാം മെയിൻറ്റെയിൻ കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ, നമ്മൾ യൂസ് ചെയ്ത ഓപ്ഷൻ തന്നെയാണ്. ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ള ഓപ്ഷൻ, ഇതിന് നമ്മൾ എസ് കൊടുക്കുക. യൂസ് കോസ്റ്റ് സെൻറ്റർ ഫോർ ജോബ് കോസ്റ്റിംഗ് എന്നുള്ള ഓപ്ഷൻ. സാധാരണ നമ്മൾ ഈ ഓപ്ഷനാണ് എസ് കൊടുക്കാറ്. ഇത് നേരെ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഓപ്ഷൻ, ഈ രണ്ട് ഓപ്ഷനാണ് നമ്മൾ എസ് കൊടുക്കേണ്ടത്. ഈ രണ്ട് ഓപ്ഷൻ ഇവിടെ എസ് കൊടുക്കുക. അതുപോലെ ഇൻവെൻട്രി ഫീച്ചേഴ്സിൽ നമ്മൾ ഗോഡൗൺ എന്നുള്ളതിന് നമ്മൾ എസ് കൊടുക്കുക. അപ്പോൾ അത് രണ്ടും എസ് കൊടുത്തതിന് ശേഷം നമ്മൾ എൻ്റർ കൊടുത്ത് സേവ് ചെയ്യുക. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക, ഒന്ന് F11 ഫീച്ചേഴ്സിൽ ഈ രണ്ട് ഫീച്ചറിന് എസ് കൊടുക്കുക. രണ്ടാമത് ഇൻവെൻട്രി ഫീച്ചേഴ്സിൽ മെയിൻറ്റെയിൻ മൾട്ടിപ്പിൾ ഗോഡൗൺ എന്നുള്ള ഓപ്ഷന് നമ്മൾ എസ് കൊടുക്കുക. ഇത് രണ്ടും എസ് കൊടുത്തതിന് ശേഷം നമ്മൾ എസ്കേപ്പ് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളൊരു ഗോഡൗണിന് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് ആദ്യം നമ്മൾ വർക്ക് നെയിമിനെ സെലക്ട് ചെയ്യണം. കോസ്റ്റ് സെൻറ്റർ നെയിമിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഈ കോസ്റ്റ് സെൻറ്റർ നെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കൺസ്ട്രക്ഷൻ വർക്കാണോ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ നെയിം കൊടുക്കുന്നതിനാണ് ഈ കോസ്റ്റ് സെൻറ്റർ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് എന്ന ഡേറ്റ്, കോൺട്രാക്റ്റ് പ്രൈസ് 20 lakhൻ്റെ വർക്കാണ് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യാൻ പോകുന്നത്. അത് പിന്നെ ക്യാപിറ്റലൊന്നല്ല കേട്ടോ, അത് അതിൻ്റെ കോൺട്രാക്റ്റ് പ്രൈസാണ്. നമ്മൾ കോൺട്രാക്റ്റ് എടുത്തിട്ടുള്ളത് 20 ലക്ഷത്തിൻ്റെ കോൺട്രാക്റ്റാണ്. നമ്മളൊരു ബിൽഡിംഗ് ആണ് കെട്ടാൻ പോകുന്നത്. അതാണ് കോസ്റ്റ് സെൻറ്റർ നെയിമിൽ കൊടുത്തിട്ടുള്ളത്. ഗോഡൗൺ നെയിം ബിൽഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഗോഡൗണും നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള ഫീച്ചർ നമ്മൾ ഓൺ ചെയ്തു. ഇനി അക്കൗണ്ടിങ് ഇൻഫോയിൽ പോയിട്ട് നമ്മൾ കോസ്റ്റ് സെൻറ്റർ നെയിം എന്നുള്ളത് കോസ്റ്റ് സെൻറ്റേഴ്സിൽ പോയിട്ട് ഇവിടെ ക്രിയേറ്റിൽ പോയിട്ട് ഇവിടെ കോസ്റ്റ് സെൻറ്റർ നെയിം നമ്മൾ കൊടുക്കുക. അതായത് നമ്മൾ ബിൽഡിംഗ് വർക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബിൽഡിംഗ് വർക്ക് എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ യൂസ് ഫോർ ജോബ് കോസ്റ്റിംഗ് എന്നുള്ള ഓപ്ഷന് എസ് കൊടുക്കുക. ഇത് പലരും ശ്രദ്ധിക്കാണ്ട് പോകുന്നൊരു ഓപ്ഷനാണ്. ഇവിടെ എപ്പോഴും എസ് കൊടുത്തിരിക്കണം. ഇനി നമ്മൾ ഇൻവെൻട്രി ഇൻഫോ പോവുക. നമ്മൾ സാധാരണ കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്ത ഗോഡൗണിനെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഗോഡൗൺ ബിൽഡിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ ബിൽഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഗോഡൗണിനെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാം. ബിൽഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സേവ് ചെയ്യാം. ഇനി നമ്മൾ നേരിട്ട് ഇതിൽ പർച്ചേസാണ്, ഐറ്റം ക്രിയേഷൻ ഒന്നുമില്ല. സാധാരണ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഐറ്റം ക്രിയേറ്റ് ചെയ്ത് പിന്നെ പർച്ചേസ് ചെയ്യുക അങ്ങനെയൊന്നല്ല ചെയ്യാറ്. നേരിട്ട് പർച്ചേസിലാണ് പോയിട്ടാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്, വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതേ ഫോർമാറ്റിലാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് വൗച്ചറിൽ പോവുക, പർച്ചേസ് വൗച്ചർ എടുക്കുക. ഇനി നിങ്ങൾക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്തിട്ട് പർച്ചേസ് വൗച്ചറിലും ചെയ്യാം, രണ്ടും ചെയ്യാം. നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവലിലേക്കാണ് പോകുന്നത്, അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ഇങ്ങനെ പറയുന്നത്. ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു ബിൽ നമ്പർ കൊടുക്കുക. അതിനുശേഷം പാർട്ടി നെയിം കൊടുക്കുക. നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ജെനി എന്ന് പറയുന്ന ഒരാളുടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. ആ പാർട്ടീസ് അക്കൗണ്ട് നെയിം എന്നുള്ളിടത്ത് ജെനി എന്നുള്ളതിന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ജെനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രെഡിറ്റേഴ്സ് ആണ്. ഇവിടെ കൊടുക്കുക, സേവ് ചെയ്യുക. ഇതെല്ലാം കൺട്രോളായി കൊടുത്താൽ മതി. നെയിം ഓഫ് ഐറ്റം ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ വെച്ചിട്ട് Alt+C കൊടുത്താൽ മതി. Alt+C കൊടുത്തിട്ട് ഐറ്റത്തിൻ്റെ നെയിം സിമെൻ്റ് ആണ്. അറിയാമല്ലോ, കൺസ്ട്രക്ഷൻ വർക്ക് ആകുമ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുക. സിമെൻറ്റ് അണ്ടർ എന്ന് വെച്ചാൽ ഗ്രൂപ്പ് തന്നിട്ടില്ല, പിന്നെ കാറ്റഗറിയും ഇല്ല. ഇനി നമുക്ക് യൂണിറ്റ് നിർബന്ധമായി കൊടുക്കണം. അവിടെ തന്നിട്ടുണ്ട് സിമെൻറ്റിൻ്റെ ലാസ്റ്റിലായിട്ട് നമുക്ക് അതിൻ്റെ യൂണിറ്റ് കാണാം. ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം സാക്ക് എന്നുണ്ട്. നമ്മൾ ചാക്ക് എന്ന് പറയാറില്ലേ, അത് തന്നെയാണ്. അപ്പോൾ ആ സാക്ക് എന്നുള്ളതാണ് നമുക്കിവിടെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ സാക്ക് എന്നുള്ളതിനെ ഇവിടെ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. Alt+C യൂസ് ചെയ്തിട്ട് സാക്ക് എന്ന് കൊടുക്കുക. ഫോർമൽ നെയിം വേണമെങ്കിൽ സാക്സ് എന്നൊക്കെ കൊടുക്കാം. സേവ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഒരുപാട് യൂണിറ്റ്സ് നമുക്ക് വരുന്നുണ്ട്. അൾട്ടർനേറ്റ് യൂണിറ്റ് തൽക്കാലം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതിനുവേണ്ടി F12 പോയിട്ട് അൾട്ടർനേറ്റ് യൂണിറ്റിൻ്റെ ഓപ്ഷൻ നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുക.
ഇനി സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് എന്നുള്ളിടത്ത് എസ് കൊടുക്കുക, അതിൻ്റെ പർച്ചേസ് പ്രൈസ് കൊടുക്കുക. കാരണം ഇതിന് സെല്ലിംഗ് പ്രൈസ് വരില്ല, കാരണം നമ്മളിത് പർച്ചേസ് ചെയ്യുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത് സിമെൻറ്റ് 250 സാക്ക് അറ്റ് ദ റേറ്റ് 1200 പെർ സാക്ക് എന്ന് പറഞ്ഞാൽ 1200 രൂപയ്ക്ക് വെച്ചിട്ട് നമ്മളൊരു സാക്ക് മേടിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ 250 സാക്ക് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 1200 പെർ സാക്ക് എന്ന് പറയുന്നതാണ് അതിൻ്റെ പർച്ചേസ് പ്രൈസ്. കാരണം പർച്ചേസ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്, അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ 1200 ആണ് അതിൻ്റെ പർച്ചേസ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് ഒന്നുമില്ല. അപ്പോൾ എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് ഗോഡൗണിലേക്കാണ് വരിക. ഐറ്റം സെലക്ട് ചെയ്ത് നേരിട്ട് ഗോഡൗൺ വരും. ഈ സാധനങ്ങളൊക്കെ മേടിക്കുന്നത് നമ്മൾ ബിൽഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ ഗോഡൗൺ ആണ്. ഒറ്റ ഗോഡൗണേ ഉള്ളൂ, അതുകൊണ്ടാണ് മെൻഷൻ ചെയ്യാത്തത്. ബിൽഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് കൊടുക്കുക. ഇനി നമ്മളവിടെ ക്വാണ്ടിറ്റി കൊടുക്കുക. ഇവിടെയാണ് ആ 250 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി കൊടുക്കേണ്ടത്. അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതേപോലെ തന്നെ ഇവിടെ നമ്മൾ പർച്ചേസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഇതിന് മുമ്പൊക്കെ യൂസ് ചെയ്ത ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം ഇവിടെ. അതായത് പർച്ചേസ് ലെഡ്ജർ എന്നുള്ളത് ഇവിടെ കൊണ്ടുവരുന്ന ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ എനേബിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ F12 പ്രസ് ചെയ്ത് കൊടുക്കുക. യൂസ് കോമൺ ലെഡ്ജർ ഐറ്റം ഫോർ അലൊക്കേഷൻ എന്നുള്ളതിന് എസ് കൊടുക്കുക. എസ് കൊടുത്താൽ പിന്നെ നമുക്ക് പർച്ചേസിൻ്റെ ലെഡ്ജർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ വരും. അപ്പോൾ ഇവിടെ പോയിട്ട് നമ്മൾ Alt C ഉപയോഗിച്ചിട്ട് പർച്ചേസ് ചെയ്യാം. കൺഫ്യൂഷൻ ആവണ്ട, ഇത് കൂടുതൽ ഐറ്റംസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്. കോസ്റ്റ് സെൻറ്റർ നോ കൊടുത്തോളൂ, പർച്ചേസിന് ആവശ്യമില്ല. ഇനി എൻ്റർ ചെയ്യുക, ഇത്രയും കൊടുക്കുക. അടുത്ത ഐറ്റത്തിന് സെലക്ട് ചെയ്യുക. അടുത്ത ഐറ്റം നമുക്ക് അയണാണ്. അയൺ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ Alt C യൂസ് ചെയ്തിട്ട് അയൺ ഇതുപോലെ ടൈപ്പ് ചെയ്യുക. അണ്ടർ ഇല്ല, യൂണിറ്റ് നമുക്ക് അയൺ ഒന്ന് kg ആണ്, കിലോഗ്രാമിലാണ് വരുന്നത്. അപ്പോൾ kg എന്നുള്ളത് കൊടുക്കുക. ഇവിടെ നമ്മൾ അതിൻ്റെ ഫോർമൽ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കിലോഗ്രാം എന്ന് കൊടുക്കുക, സേവ് ചെയ്യുക. ഇനി ഇവിടെ എസ് കൊടുക്കുക. അതിനും പർച്ചേസ് പ്രൈസ് ഉണ്ട്, 75 പെർ kg എന്നാണ് പറഞ്ഞത്. അപ്പോൾ 75 ആണ് ഒരു കിലോക്ക് വരുന്ന റേറ്റ്. ഇനി നമുക്ക് സാൻഡ് മണൽ വേണം. അപ്പോൾ മണൽ ഇതേപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. സോറി, ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റി കൊടുത്തിട്ടില്ല. അയണിൻ്റെ ക്വാണ്ടിറ്റി വന്നിട്ട് 15,000 ആണ്. അപ്പോൾ ഏത് ഗോഡൗണിലാണ്? ബിൽഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ ഗോഡൗണിലേക്ക് 15,000 kg ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വന്നിട്ട് സാൻഡിനെ ക്രിയേറ്റ് ചെയ്യുക. സാൻഡിൻ്റെ യൂണിറ്റ് വന്നിട്ട് നമുക്ക് ലോഡാണ്. Alt C ഉപയോഗിച്ചിട്ട് ലോഡ് എന്ന് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ എസ് കൊടുക്കുക. അതിൻ്റെ പർച്ചേസ് പ്രൈസ് കൊടുക്കുക. സാൻഡിൻ്റെ പർച്ചേസ് പ്രൈസ് നമുക്ക് 2500 ആണ് ഒരു ലോഡിന് വരുന്നത്. കൊടുക്കുക, സേവ് ചെയ്യുക. ഇനി അതിൻ്റെ ക്വാണ്ടിറ്റി കൊടുക്കുക. 60 ലോഡാണ് അങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ബിൽഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്തിട്ട് 60 ലോഡ് എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത ഐറ്റം ബ്രിക്സ് ആണ്. കല്ലുകൾ. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ യൂണിറ്റ് നമുക്ക് വരുന്നത് നോസിലാണ്. അതായത് പീസ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, നമ്പേഴ്സ്. അവിടെ എസ് കൊടുക്കുക. അതിൻ്റെ പർച്ചേസ് പ്രൈസ് കൊടുക്കുക. 22 ആണ് പെർ സ്റ്റോണിന് വരുന്ന റേറ്റ്. സേവ് ചെയ്യുക. ഗോഡൗൺ ബിൽഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. ഇനി ക്വാണ്ടിറ്റി എത്രയാണ്? നമ്മളങ്ങനെ 8000 കല്ലുകൾ നമ്മൾ മേടിക്കുന്നുണ്ട്. ഇനി അടുത്ത ഐറ്റം സെലക്ട് ചെയ്യുക. മെറ്റലിൻ്റെ ഈ യൂണിറ്റ് വന്നിട്ട് അത് ലോഡിലാണ് വരുന്നത്. അപ്പോൾ ലോഡ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ എസ് കൊടുക്കുക. അതിൻ്റെ പർച്ചേസ് പ്രൈസ് വന്നിട്ട് നമുക്ക് 3500 ആണ്. 3500 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഗോഡൗൺ സെലക്ട് ചെയ്യുക. ഇനി എത്രയാണ് നമ്മൾ മെറ്റൽ മേടിക്കുന്നതെന്ന് വെച്ചാൽ 25 ലോഡാണ് മേടിക്കുന്നത്. അപ്പോൾ 25 എൻ്റർ ചെയ്താൽ ആ ലോഡിൻ്റെ എമൗണ്ട് ഇവിടെ കാണിക്കും. അങ്ങനെ ടോട്ടൽ പർച്ചേസിങ് നമ്മളത് കഴിഞ്ഞു. നമ്മൾ എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക. ഇനി നമ്മളിപ്പോൾ വർക്ക് തുടങ്ങി, പർച്ചേസിംഗ് ഒക്കെ തുടങ്ങി, നമ്മൾ വർക്ക് തുടങ്ങി. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളെ വർക്കിൻ്റെ പ്രോഗ്രസ് കണ്ടിട്ട് നമുക്കൊരു എമൗണ്ട് വരുന്നുണ്ട്. അതിനാണ് നമ്മൾ പറയുന്ന പേരാണ് പ്രോഗ്രസ് പേയ്മെൻറ്റ്. നമ്മളാണ് ഇപ്പോൾ ആ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്ന് കരുതുക. അപ്പോൾ നമ്മൾ ഏത് കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് ആ വർക്ക് ചെയ്ത് കൊടുക്കുന്നത്, ആ കസ്റ്റമർ നമുക്ക് ഫസ്റ്റ് എമൗണ്ട് നമുക്ക് തന്നു. അപ്പോൾ 20 ലാഖാണ് നമ്മളെ കോൺട്രാക്റ്റ്. അതിൽ നമുക്ക് 11 ലാഖ് ഇപ്പോൾ നമുക്ക് റിസീവായി. അതാണ് പ്രോഗ്രസ് പേയ്മെൻറ്റ് റിസീവ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ റിസീപ്റ്റ് വൗച്ചറിൽ പോയിട്ട് Alt C ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പ്രോഗ്രസ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക.
വർക്കിൻ്റെ പ്രോഗ്രസ് അനുസരിച്ച് നമുക്ക് തരുന്ന എമൗണ്ട്. പ്രോഗ്രസ് പേയ്മെൻറ്റ് എന്ന് കണ്ട ഉടനെ അത് നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസാന്ന് കരുതരുത്. നമുക്ക് റിസീവ് ആകുന്നതുകൊണ്ട് അത് ഇൻഡയറക്റ്റ് ഇൻകം ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ കോസ്റ്റ് സെൻറ്റർ ആവശ്യമില്ല, അപ്പോൾ ഇവിടെ നോന്ന് കൊടുത്തോളൂ, സേവ് ചെയ്യാം. ഇനി നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ള 11 ലാക്കാണ്. അപ്പോൾ ആ 11 ലാക്ക് ഇവിടെ കൊടുക്കുക. ക്യാഷ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ക്യാഷ് കൊടുക്കുക, സേവ് ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് എക്സ്പെൻസസ് വരുന്നുണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസസ് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് വേജസ്, വർക്കേഴ്സിന് കൊടുക്കേണ്ട വേജസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പേയ്മെൻറ്റ് എടുക്കുക. Alt+C ഉപയോഗിച്ചിട്ട് വേജസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. വേജസ് നമുക്കറിയാം ഡയറക്റ്റ് എക്സ്പെൻസിലാണ് വരിക. വർക്കേഴ്സ് കൊടുക്കുന്നതൊക്കെ ഡയറക്റ്റ് എക്സ്പെൻസിലാണ് വരിക. ഇവിടെ നോന്ന് കൊടുത്തോളൂ, കാരണം കോസ്റ്റ് സെൻറ്റർ നമുക്ക് ഇതിന് ആവശ്യമില്ല. നമ്മൾ കൊടുക്കുന്നത് 14,000 ആണ് വേജസ് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് തന്നെ ഇൻഡിവിജ്വലായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ കോസ്റ്റ് സെൻറ്റർ ഓപ്ഷൻ ഞാൻ നോന്ന് കൊടുത്തതിന് എസ് കൊടുത്തിട്ട് ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തർക്ക് തനിച്ച് അങ്ങനെ കൊടുത്താൽ മതി. ഇനി കാരേജ് ചാർജ്, ലോഡിംഗ് ചാർജ് ഒക്കെ വരുന്നത് അത് ഒരു 18,000 ഉണ്ട്. അപ്പോൾ അതും ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാം. അതും ഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ് വരുന്നത്. 18,000 ആണ് വരുന്നത്. ആ എമൗണ്ട് ഇവിടെ കൊടുക്കുക, ക്യാഷ് ക്രെഡിറ്റിൽ കൊടുക്കുക, സേവ് ചെയ്യാം. വളരെ ചെറിയ സമ്മാണിത്, വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്ത് നിങ്ങളെ ആൻസറൊക്കെ നിങ്ങൾക്ക് കിട്ടിയത് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വാട്ടർ ആൻഡ് ലൈറ്റിംഗ് ചാർജസ് വരുന്നുണ്ട്. വെള്ളത്തിൻ്റെയും അതുപോലെ നൈറ്റൊക്കെ വർക്ക് ഉണ്ടെങ്കിൽ ലൈറ്റിംഗ് ചാർജസൊക്കെ. അതും ഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ് നമുക്ക് വരുന്നത്. 9,500 ആണ് അതിൻ്റെ എമൗണ്ട്. അടുത്ത അഗെയിൻ നമ്മൾ വേജസ് പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്ത ആ വേജസിനെ തന്നെ ഒന്നും കൂടെ സെലക്ട് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി വേജസിനെ നമ്മൾ ഒന്നുകൂടെ സെലക്ട് ചെയ്യുക. 35,000 ആണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമുക്കൊരു മെയിൻ്റനൻസ്, ഇപ്പോൾ അവരെ ഫുഡ്, അവർക്കുള്ള റൂം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ളതൊക്കെ നമുക്ക് മെയിൻ്റനൻസ് എക്സ്പെൻസിൽ ആഡ് ചെയ്യാം. അപ്പോൾ മെയിൻ്റനൻസ് എക്സ്പെൻസസ് അതും ഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ് വരുന്നത്. 14,000 ആണ്. അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ക്യാഷ് ക്രെഡിറ്റിൽ കൊടുക്കുക, സേവ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം നമ്മളെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര മെറ്റീരിയൽസ് യൂസ് ചെയ്തു, ഇനി ബാലൻസ് എത്ര ഉണ്ട് എന്നുള്ളത് അറിയണം. അതിനാണ് നമ്മൾ യൂസ് ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഏത് വൗച്ചറിലാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ സമ്മിൽ പഠിച്ച സ്റ്റോക്ക് ജേണൽ എന്ന് പറഞ്ഞ വൗച്ചറിലാണ് നമ്മൾ യൂസ് ഓഫ് മെറ്റീരിയൽ ചെയ്യേണ്ടത്. അതായത് നമ്മൾ എത്ര മെറ്റീരിയൽസ് യൂസ് ചെയ്തു എന്നുള്ളത് അറിയാനുള്ള ഓപ്ഷൻ നമ്മൾ ചെയ്യേണ്ടത് സ്റ്റോക്ക് ജേണലിലാണ്. അപ്പോൾ സ്റ്റോക്ക് ജേണലിൽ നമ്മൾ സാമ്പിൾ കൊടുത്ത പോലെ ഈ ലെഫ്റ്റ് സൈഡിൽ മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ സിമെൻറ്റ് ഇപ്പോൾ ഇവിടെ എടുത്താൽ നമുക്ക് കാണാൻ പറ്റും. വർക്ക് കഴിഞ്ഞു, പക്ഷേ സിസ്റ്റത്തിൽ അത് കാണിക്കണ്ടേ. അപ്പോൾ അതിന് നോക്കി ഇവിടെ സിമെൻറ്റ് നമുക്ക് 250 ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. ബിൽഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി കാണാൻ നമുക്കിവിടെ 250 ക്വാണ്ടിറ്റി സിമെൻറ്റ് കാണിക്കുന്നുണ്ട്, 250 സാക്ക് സിമെൻറ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ എത്ര യൂസ് ചെയ്തു, സിമെൻറ്റ് 230 സാക്ക് നമ്മൾ ഉപയോഗിച്ചു. അപ്പോൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ എന്ത് ചെയ്യാം, 230 നമ്മളിവിടെ കൊടുത്താൽ മതി. ബാലൻസ് ഉള്ള ഓട്ടോമാറ്റിക് നമുക്കിവിടെ കാണിച്ചു തരും. അത് എവിടെ പോയിട്ടാണ് കാണേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സ്റ്റോക്ക് സമ്മറി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇനി നമ്മൾ അയൺ സെലക്ട് ചെയ്യുക. അയൺ നമ്മൾ 15,000ൽ 14,700 നമ്മൾ യൂസ് ചെയ്തു. അപ്പോൾ ബിൽഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്ത്, കാരണം ഇവിടെ ഹെഡിങ് ആദ്യം ഗോഡൗൺ അല്ലേ. അപ്പോൾ ഗോഡൗൺ ബിൽഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്തിട്ട് 14,700 നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്ത് നമുക്ക് സാൻഡാണ്. അപ്പോൾ സാൻഡ് ഇതേപോലെ സെലക്ട് ചെയ്യുക. സാൻഡ് നമ്മൾ ബിൽഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എത്ര ഉപയോഗിച്ചിട്ടുണ്ട്, 60 ലോഡ് സാൻഡ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ 60 ലോഡ് ഇതേപോലെ കൊടുക്കുക. 60 ലോഡ് ഉപയോഗിച്ചു. അപ്പോൾ ഇനി ബാലൻസ് ഒന്നുമില്ല എന്നർത്ഥം. ഇനി ബ്രിക്സ് അതുപോലെ നമ്മൾ 8,000 മേടിച്ചു, അതിൽ 8,000 നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ബാലൻസ് ഒന്നും തന്നെ നമുക്ക് കാണിക്കില്ല. നെക്സ്റ്റ് വന്നിട്ട് മെറ്റലാണ്. മെറ്റൽ നമ്മൾ 25 ലോഡ് മെറ്റൽ നമ്മൾ പർച്ചേസ് ചെയ്തത് 25 ലോഡ് തന്നെയാണ്. 25 ലോഡും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ബാലൻസ് ഒന്നും തന്നെ ഉണ്ടാവില്ല.
ഇത്രയും കൊടുക്കുക, എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക. ഇപ്പുറത്ത് കൊടുക്കരുത്, ഇവിടെ മാത്രം കൊടുത്ത് സേവ് ചെയ്യാം. ഇനി വർക്കൊക്കെ കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി നമുക്ക് അവസാനത്തെ പ്രോഗ്രസ് പേയ്മെൻറ്റ് റിസീവ് ആവുകയാണ്. അപ്പോൾ റെസീപ്റ്റിൽ പോവുക, വൗച്ചറിൽ പോയിട്ട് റെസീപ്റ്റ് എടുത്തിട്ട് പ്രോഗ്രസ് പേയ്മെൻറ്റ് നമ്മൾ ആൾറെഡി ചെയ്ത് വെച്ചതിനെ തന്നെ സെലക്ട് ചെയ്യാം. ഇവിടെ കാണാം നമുക്ക് കറണ്ട് ബാലൻസ് ആകെ 11 lakh ആണുള്ളത്. അതിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 9 lakh കൂടെ കിട്ടുകയാണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ 20 lakhൻ്റെ കോൺട്രാക്റ്റ് എമൗണ്ട് നമുക്ക് ഫുള്ളായിട്ട് റിസീവ് ആണ്. അപ്പോൾ 9 lakh കൂടെ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സേവ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ആൻസർ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി എസ്കേപ്പ് കൊടുക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പോവുക. ഇവിടെ കാണാം നമുക്ക് നെറ്റ് പ്രോഫിറ്റ് 1,17,500 കറക്റ്റാണ്. ഇനി ബാലൻസ് ഷീറ്റ് എമൗണ്ട് കാണാൻ വേണ്ടി ബാലൻസ് ഷീറ്റിൽ പോവുക. ഇവിടെ നമുക്ക് കാണാം 19,56,000 കറക്റ്റാണ്. ഇനി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു സ്റ്റോക്ക് സമ്മറി പോയിട്ട് ബാലൻസ് സ്റ്റോക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് സ്റ്റോക്ക് സമ്മറി പോവുക. അവിടെ നമ്മൾ ഏതാണോ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഗ്രൂപ്പ് ഇല്ലാത്തതുകൊണ്ട് നേരെ ഐറ്റം കോളത്തിലേക്കാണ് വരിക. കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ നമ്മൾ സിമെൻറ്റ് 250 വേർഡ്സിൽ 230 നമ്മൾ യൂസ് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ബാലൻസ് 20 സാക്ക് നമ്മൾ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ 15,000 kg ആയാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരുന്നു. അതിൽ 14,700 നമ്മൾ യൂസ് ചെയ്തു. ആ ബാലൻസ് ഉള്ളതാണ് 300 ആയിട്ട് നമുക്കിവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരായിരം നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ, അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ എല്ലാവരോടും ബൈ.